പ്രിയപ്പെട്ടവരെ നമസ്കാരം. അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കസ്റ്റാർഡ് ആപ്പിളിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഷോർട്ട് വീഡിയോ ആണേ. അപ്പോൾ ഇന്ന് ഞാൻ ആലോചിച്ചിട്ടേ ഈ ആപ്പിളിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കാമെന്ന് ഓർത്തു. ആത്തച്ചക്ക പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ആനമുന്തിരി, സൈനാമ്പഴം, കുറ്റിച്ചക്ക, ബുൾസ് ഹാർട്ട്, അങ്ങനെ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇപ്പം പല രീതിയിലുള്ള പുതിയ ജനറേഷനിൽ പെട്ട തൈകളൊക്കെ ഉണ്ട്. അത് നല്ല ഫലവൃക്ഷമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ സീതപ്പഴം എന്ന് പറയുന്ന പച്ച ആത്തപ്പഴമുണ്ട്, മുള്ളാത്തയുണ്ട്. ഇവയൊക്കെ നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ ബാധിക്കും, നല്ല സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇവയൊക്കെ നമ്മൾ ഭക്ഷിക്കണം. നമ്മുടെ അടുക്കള തോട്ടത്തിൽ അല്ലെങ്കിൽ വീട്ടുവളപ്പിൽ ഇങ്ങനെയുള്ള തൈകളൊക്കെ നട്ടുപിടിപ്പിക്കണം. ചെറു വൃക്ഷമായിട്ടാണ് ഇത് വരുന്നത്. ഒത്തിരി പടർന്നു പന്തലിച്ച് വലിയ മരമാകത്തില്ല. നല്ല സൂര്യപ്രകാശം, നീർവാഴ്ചയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇത് നട്ടുപിടിപ്പിച്ചാൽ നന്നായിട്ട് നമുക്ക് അതിനകത്തൊന്ന് ഫലമെടുക്കാൻ പറ്റും. പിന്നെ ഇത് അനേനേസി കുടുംബത്തിൽപ്പെട്ട ഒരു വൃക്ഷമാണ്. അനേനി ജനസിൽപ്പെട്ടതാണ് ഈ ആത്തച്ചക്ക എന്ന് പറയുന്നത്. നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകുന്നു. ഈ പഴത്തിൽ ജീവകം സി, ജീവകം ഡി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം ഉണ്ട്, അതുപോലെ അയൺ ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്. ഇവയൊക്കെ നമ്മുടെ ആരോഗ്യത്തെ പല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആത്തച്ചക്കയ്ക്ക് പിന്നെ നമ്മുടെ പേശി സംബന്ധമായ രോഗങ്ങൾ, അതുപോലെ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ, ഇവയ്ക്കൊക്കെ നല്ലതാണ്. മുടിയുടെ ആരോഗ്യം, നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം, ഇതിനൊക്കെ നല്ലതാണ്. അപ്പം മനുഷ്യന് പല വിധത്തിൽ പല ഗുണങ്ങളും ഈ ഫലത്തിൽ നിന്ന് കിട്ടുന്നു. നമ്മൾ നിസ്സാരമാക്കി കളയും അല്ലേ, നോക്കാതെ കളയും. വില കൊടുത്ത് വലിയ പിന്നെ ഫലങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കും. ആപ്പിള്, ഓറഞ്ച്, മുന്തിരി, മുസാമ്പി, അങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മൾ വാങ്ങിക്കും. ആപ്പിളൊക്കെ വാങ്ങിച്ചാൽ മുഴുവൻ കേടാണ്, നിങ്ങൾക്കറിയാം. വിഷങ്ങളാണ് നിറയെ ഉള്ളത്. അപ്പം പ്രകൃതിദത്തമായ നമ്മുടെ മണ്ണിൽ നിന്ന് കിട്ടുന്ന, നമ്മൾ വീട്ടുവളപ്പിൽ നട്ടു വളർത്തുന്ന ഇതുപോലത്തെ ഫലങ്ങളൊക്കെ ഭക്ഷിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നു. നമ്മൾക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകുന്നു. കൊച്ചു കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ കുരു മാറ്റിയിട്ട് അതിൻ്റെ അകത്തെ ആ പൾപ്പ് ജ്യൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും നല്ല ആരോഗ്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയുള്ള വൃക്ഷങ്ങൾ നമ്മൾ നട്ട് അതിനെ പരിചരിച്ച് കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് ഇതുപോലെ പേര, പപ്പായ, നല്ല നല്ല വാഴപ്പഴങ്ങൾ, ഇവയൊക്കെ നമുക്ക് നാട്ടിൻപുറത്ത് കൃഷി ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും ഈ തൈകൾ, ഈ ആത്തച്ചക്കയൊക്കെ നമുക്ക് നട്ട് വളർത്താൻ പറ്റും. വെച്ചാൽ ഒത്തിരി വലുതാകുന്നില്ല. അപ്പം ഈ ഓരോ ഫലങ്ങളുടെയും ഗുണങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്കത് ഏത് രീതിയിലാണ് നമ്മുടെ ആരോഗ്യത്തെ സഹായിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ നമുക്കതൊക്കെ ഒന്ന് നട്ട് വളർത്താനുള്ള ഒരു മനസ്സും ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും എല്ലാവരോടും ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള വൃക്ഷങ്ങൾ നമ്മുടെ വീട്ടുവളപ്പിൽ നട്ട് വളർത്തണമെന്നാണ്. ഞാൻ ചെടിച്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അത് കുറ്റിച്ചെടിയായിട്ട് ഈ ബോൺസായി പോലെ ആക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ നട്ട് വളർത്തുന്നത്. എൻ്റെ ഷോപ്പിലാണെങ്കിലും ഇതിൻ്റെ കുരുവിട്ട് കിളിപ്പിച്ചിട്ട് എല്ലാവർക്കും ഞാനത് തൈയാകുമ്പം കൊടുക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് കൊണ്ടുപോയി നട്ട് വളർത്തട്ടെ എന്ന് കരുതിയാണ്. ഓക്കെ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഷോപ്പിൽ വന്നപ്പോൾ, ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടാണ് ഷോപ്പിൽ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന. തലേ ദിവസം വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ന്യൂ ഇയറിൻ്റെ തലേന്ന് എനിക്കൊരു ആത്തച്ചക്ക കൊണ്ടുത്തന്ന്. 2-3 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുത്തന്ന്. എനിക്കൊത്തിരി സന്തോഷം. ഞാൻ വളരെ നാളുകളായി ഈ ആത്തച്ചക്ക കഴിച്ചിട്ട്. മറ്റേ സാധാരണ സീതപ്പഴം എന്ന് പറയുന്ന ആത്തച്ചക്ക കഴിച്ചിട്ടുണ്ട്, പിന്നെ മുള്ളാത്തയുണ്ട്, അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെ കിട്ടാറില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഇതൊക്കെ ഇഷ്ടം പോലെ എൻ്റെ വീട്ടിലുണ്ട്. പത്തനംതിട്ട വീട്ടിൽ വലിയ മരം ഉണ്ടായിരുന്നു. മരത്തെ നല്ല ചുവന്ന നിറത്തിലുള്ളത് പറിച്ച് പണ്ടൊക്കെ ചേര് അവിടെ ഇങ്ങനെ പുകയടപ്പിൻ്റെ മേളിൽ വെക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫലമാണ് ആത്തച്ചക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഒത്തിരി ഗുണങ്ങളൊക്കെ ഉണ്ട്. ഗുണങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മൾ ഓരോ ഫലങ്ങളും ഭക്ഷിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാക്കണം. കാരണം നമ്മുടെ ബോഡിക്ക് അത് ഇന്ന രീതിയിൽ ഗുണം ചെയ്യുമെന്നറിഞ്ഞ് വേണം നമ്മൾ അത് ഭക്ഷിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ വേരായാലും ഇലയായാലും ഫലമായാലും എല്ലാം ഔഷധ ഗുണമുള്ളതാണ്. ഓരോ രീതിയിൽ ഇതിൻ്റെ വേരുകളൊക്കെ ഔഷധമായിട്ട് എടുക്കുന്നുണ്ട്. അതായത് ഞരമ്പ് സംബന്ധിക്കുന്ന അസുഖങ്ങൾക്കും മാംസപേശികളുടെ ആരോഗ്യത്തിനും ഒക്കെ ഇതിൻ്റെ വേരുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം.